ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകത്തിലെ കഥകളായ വരരുചി, പന്തിരുകുലത്തിൻ്റെ പിറവി, മേഴത്തോൾ അഗ്നിഹോത്രി, കടമറ്റത്തു കത്തനാർ, കത്തനാരും കരിമലയക്ഷിയും എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉളിയന്നൂർ പെരുന്തച്ചൻ, പെരുന്തച്ചനും മകനും എന്നീ ഭാഗങ്ങളാണ്. കേൾക്കാം. ഉളിയന്നൂർ പെരുന്തച്ചൻ. പറയിപെറ്റ പന്തിരുകുലത്തിൽ മൂന്നാമനായിരുന്നു പെരുന്തച്ചൻ. കേരളം കണ്ടിട്ടുള്ള തച്ചുശാസ്ത്ര വിദഗ്ധന്മാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. കുഞ്ഞും നാളിൽ അനാഥനായി പാഴ്പറമ്പിൽ കിടന്ന അദ്ദേഹത്തെ ഉളിയന്നൂരിലെ ഒരു മൂത്ത ആശാരിയാണ് എടുത്തു വളർത്തിയത്. വളർന്നു വന്നപ്പോൾ ആ ബാലൻ വളർത്തച്ഛൻ്റെ കുലത്തൊഴിലായ ആശാരിപ്പണിയാണ് പരിശീലിച്ചത്. അനുഗ്രഹീതനായ അവൻ്റെ കരവിരുത് മൂത്താശാരിയെ പോലും വിസ്മയിപ്പിച്ചു. തൻ്റെ തൊഴിലിൽ അവൻ ഉദയസൂര്യനെ പോലെ ജ്വലിച്ചുയരുകയായിരുന്നു. തച്ചുശാസ്ത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അയാളെ ആളുകൾ ബഹുമാനപൂർവ്വം പെരുന്തച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. അക്കാലത്ത് കേരളത്തിൻ്റെ നാനാഭാഗത്തും പണിതുയർത്തിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം പെരുന്തച്ചൻ്റെ ശില്പകലാചാതുരി തെളിഞ്ഞു കാണാമായിരുന്നു. ക്ഷേത്രങ്ങൾ മാത്രമല്ല, നാട്ടിലെ പേരുകേട്ട ക്ഷേത്രക്കുളങ്ങളും കിണറുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് രൂപം കൊണ്ടിരുന്നത്. തൻ്റെ ദേശത്തുള്ള നമ്പൂതിരിമാരുടെ താത്പര്യമനുസരിച്ച് അദ്ദേഹം നിർമ്മിച്ചതാണ് ഉളിയന്നൂർ ക്ഷേത്രം. അവിടുത്തെ കരകൗശല വേലകൾ കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തി. അതോടെ ഉളിയന്നൂർ പെരുന്തച്ചൻ്റെ പേരും പെരുമയും നാനാ ദിക്കിലും പരന്നു. ഒരിക്കൽ ഉളിയന്നൂർ ക്ഷേത്രത്തിൽ ഒരു കുളം ഉണ്ടാക്കുന്നതിനെ ചൊല്ലി ആളുകൾ തമ്മിൽ തർക്കമായി. കുറച്ചു പേർ പറഞ്ഞു, നമ്മുടെ കുളം ചതുരാകൃതിയിൽ നിർമ്മിക്കുന്നതാ നല്ലത്. മറ്റു ചിലർക്ക് അതത്ര രസിച്ചില്ല. അവർ പറഞ്ഞു, ക്ഷേത്രക്കുളത്തിന് ദീർഘചതുരാകൃതി വേണം. അയ്യയ്യേ, കുളത്തിന് ദീർഘചതുരാകൃതിയോ? അത് വേണ്ട, വൃത്താകൃതിയിൽ കുളമുണ്ടാക്കുന്നതാണ് ഉത്തമം. കുറേ പേർ മാറി നിന്ന് അഭിപ്രായം പറഞ്ഞു. ഇതിലൊന്നും പെടാത്ത മറ്റു ചിലരുടെ അഭിപ്രായം കുളത്തിന് കോഴിമുട്ടയുടെ ആകൃതി വേണമെന്നതായിരുന്നു. അതൊന്നുമല്ല, ത്രികോണാകൃതിയിലായാൽ വളരെ ഭേഷാകും, ചില ഉണ്ണി നമ്പൂതിരിമാർ ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം കേട്ടുനിന്ന പെരുന്തച്ചൻ ഒരു ചെറുചിരിയോടെ പറഞ്ഞു, നിങ്ങളാരും വഴക്കിടേണ്ട. എല്ലാവർക്കും പറ്റിയ വിധത്തിൽ ഞാൻ കുളമുണ്ടാക്കി തരാം. എന്താ, അതുപോരെ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. താമസിയാതെ പെരുന്തച്ചൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രക്കുളത്തിൻ്റെ പണി ആരംഭിച്ചു. വളരെ തകൃതിയായി തന്നെ പണി പുരോഗമിച്ചു. പെട്ടെന്നു തന്നെ പണി പൂർത്തിയായി. പെരുന്തച്ചൻ്റെ കുളം കാണാൻ ഓരോ ദിക്കിൽ നിന്നും ആളുകൾ വന്നെത്തി. ചിലർക്ക് ചതുരക്കുളമാണെന്ന് തോന്നി, മറ്റു ചിലർക്ക് ദീർഘചതുരാകൃതിയുള്ള കുളമായിട്ടാണ് അനുഭവപ്പെട്ടത്. വേറെ ഒരു കൂട്ടർ പറഞ്ഞു, പെരുന്തച്ചൻ്റെ വട്ടക്കുളം അതികേമമായിട്ടുണ്ട്. ഇനിയും ഒരു കൂട്ടർക്ക് അത് അണ്ഡാകൃതിയിലുള്ള കുളമാണെന്ന് തോന്നി. എന്തിനു പറയുന്നു, ഓരോ കൂട്ടരും ഉദ്ദേശിച്ച ഓരോ ആകൃതിയും ആ ക്ഷേത്രക്കുളത്തിനുണ്ടായിരുന്നു. മറ്റൊരിക്കൽ പെരുന്തച്ചൻ ഒരു ഗ്രാമത്തിലൂടെ യാത്ര പോവുകയായിരുന്നു. അപ്പോൾ കുറേ ആശാരിമാർ ചേർന്ന് വഴിവക്കിലായി ഒരു അമ്പലം പണിയുന്നത് കണ്ടു. അവരുടെ പണി ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു. പെരുന്തച്ചനാണ് അവിടെ വന്നു നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അഹംഭാവികളായ ആശാരിമാർ അദ്ദേഹത്തെ കണ്ടതായി ഭാവിക്കുകയോ ആദരവ് കാണിക്കുകയോ ചെയ്തില്ല. നട്ടുച്ചയായപ്പോൾ അവർ പെരുന്തച്ചനെ ക്ഷണിക്കാതെ ഉണ്ണാൻ പോയി. തന്നെ മാനിക്കാത്ത ഈ അഹംഭാവികളെ ഒന്ന് വട്ടം കറക്കണമെന്ന് പെരുന്തച്ചൻ വിചാരിച്ചു. അദ്ദേഹം ഉടനെ ശ്രീകോവിലിൻ്റെ കഴുക്കോലുകളുടെ അറ്റത്തൊക്കെ ഓരോ വര വരച്ചു. എന്നിട്ട് മാറി നിന്നു. ആശാരിമാർ ഉച്ചഭക്ഷണം കഴിഞ്ഞ് മടങ്ങി വന്നു. തങ്ങളുടെ കണക്കാശ്ശേരി
തങ്ങളുടെ കണക്കാശാരി വരച്ചിട്ട വരയാണെന്ന് കരുതി പണിക്കാർ പെരുന്തച്ഛൻ വരച്ച വരയിലൂടെ കഴുക്കോൽ മുറിച്ച് ശ്രീകോവിലിൻ്റെ കൂട് ശരിയാക്കാൻ നോക്കി. അപ്പോഴുണ്ട് കൂടിൻ്റെ കഴുക്കോലുകൾക്കെല്ലാം തീരെ നീളം കുറവ്. ഇതെന്ത് കഥ? ആശാരിമാർ ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടു നിന്നു. ഇതുവരെ ചെയ്ത പണിയൊക്കെ പാഴായല്ലോ. ഇനി കഴുക്കോലുകൾ മാറ്റുക മാത്രമേ മാർഗമുള്ളൂ എന്നവർ വിചാരിച്ചു. അവർ പുതിയ കഴുക്കോലുകൾ പണിയാനുള്ള ഒരുക്കത്തിലായി. ഏതായാലും ഇനി ഓരോ ചുക്കുകാപ്പിയും കുമ്പിളപ്പവും കഴിച്ച് വന്നിട്ട് പണി തുടങ്ങാം. നമ്മുടെ കഷ്ടകാലം. അല്ലാതെന്തു പറയാൻ? അവർ വലിയ സങ്കടത്തോടെ പട്ടരച്ചൻ്റെ ചുക്കുകാപ്പിക്കടയിലേക്ക് യാത്രയായി. അത്ഭുതം! ചുക്കുകാപ്പിയും കുമ്പിളപ്പവും കഴിച്ച് വന്നപ്പോഴുണ്ട് ശ്രീകോവിലിൻ്റെ കൂട് കൃത്യമായി മുകളിൽ ഉറച്ചിരിക്കുന്നു. എന്താണിതിൻ്റെ അന്തസ്സാരം? ഇതാരുടെ കളി? അവർ അന്തം വിട്ട് നാലുപാടും നോക്കി. അപ്പോഴുണ്ട് ചാവടി ഇറങ്ങി പെരുന്തച്ഛൻ നടവഴിയിലൂടെ നടന്നു നീങ്ങുന്നു. സത്യത്തിൽ അത് പെരുന്തച്ഛൻ്റെ കളി തന്നെയായിരുന്നു. കഴുക്കോലുകളുടെ നീളം കൃത്യമാക്കാനുള്ള മരക്കഷ്ണങ്ങൾ പണിതുകൊണ്ട് വന്ന് അദ്ദേഹം തന്നെ ആശാരിമാർ അറിയാതെ കൂടിൻ്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു. ഹോ, ഈ പെരുന്തച്ഛൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. സാക്ഷാൽ വിശ്വകർമാവിൻ്റെ സിദ്ധിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലൊരത്ഭുതം പ്രവർത്തിക്കാൻ മറ്റു വല്ലവർക്കും കഴിയുമോ? ആശാരിമാർ തമ്മിൽ തമ്മിൽ നോക്കി ചിരിച്ചു. അടുത്ത കഥ പെരുന്തച്ഛനും മകനും. പെരുന്തച്ഛന് മിടുമിടുക്കനായ ഒരു മകനുണ്ടായിരുന്നു. രാരിച്ചൻ എന്നായിരുന്നു അവൻ്റെ പേര്. തച്ചുശാസ്ത്രത്തിലും ശില്പവിദ്യയിലും അവൻ അതിനിപുണനായിരുന്നു. അച്ഛനെ പോലെ തന്നെ മകനും കരവിരുതുകൾ കൊണ്ട് ആളുകളെ അതിശയിപ്പിക്കാൻ തുടങ്ങി. പെരുന്തച്ഛൻ ഒരിക്കൽ അവരുടെ ഗ്രാമത്തിൽ പുതിയൊരു പാലമുണ്ടാക്കി. പാലത്തിൻ്റെ നടുവിലായി അദ്ദേഹം ഒരു യന്ത്രപ്പാവയെയും ഉണ്ടാക്കി വെച്ചു. യാത്രക്കാർ പാലം കയറാൻ തുടങ്ങുമ്പോൾ ആ പാവ മന്ദം മന്ദം കീഴോട്ടിറങ്ങും. യാത്രക്കാർ പാലത്തിൻ്റെ നടുവിലെത്തുമ്പോൾ പാവ വായിൽ വെള്ളം നിറച്ച് പതുക്കെ ഉയർന്നു വരും. യാത്രക്കാർ തൊട്ടടുത്തെത്തുമ്പോൾ പാവ അവരുടെ മുഖത്തേക്ക് വെള്ളം തൂപ്പും. പാവയുടെ ശല്യം മൂലം യാത്രക്കാർ പാലത്തിൽ കയറാൻ പേടിച്ചു. പലർക്കും പാവയുടെ തുപ്പ് ഏൽക്കേണ്ടതായും വന്നു. പാവയുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ പോംവഴി കാണാതെ എല്ലാവരും വിഷമിച്ചു. ഈ അവസരത്തിലാണ് പെരുന്തച്ഛൻ്റെ മകൻ രാരിച്ചൻ മുന്നോട്ട് വന്നത്. അവൻ മറ്റൊരു പാവയെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പാലത്തിൻ്റെ മറുഭാഗത്ത് വെച്ചു. പെരുന്തച്ഛൻ്റെ പാവ തുപ്പാൻ ഒരുങ്ങുമ്പോൾ മകൻ്റെ പാവ അച്ഛൻ പാവയുടെ കരണത്തടിക്കും. ഈ കാഴ്ച കാണാൻ അയൽദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് വരാൻ തുടങ്ങി. അവർ പറഞ്ഞു, മകൻ അച്ഛനെ തോൽപ്പിച്ചിരിക്കുന്നു. ഈ വാർത്ത ഉളിയന്നൂരിൽ മാത്രമല്ല അയൽ പ്രദേശങ്ങളിലുമെല്ലാം കാട്ടുതീ പോലെ പടർന്നു. കുറേ പേർ അച്ഛനെ അനുകൂലിച്ചും മറ്റു ചിലർ മകനെ അനുകൂലിച്ചും സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് തൊട്ടടുത്ത കരയിൽ ഒരു പഴയ ക്ഷേത്രം പുതുക്കി പണിയാനുള്ള ആലോചനയുണ്ടായത്. ക്ഷേത്രഭാരവാഹികളായ ഏതാനും പേർ പെരുന്തച്ഛനെ സമീപിച്ചു. അവർ പറഞ്ഞു, പണിയുടെ എല്ലാ ചുമതലയും അങ്ങ് തന്നെ വഹിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. എങ്കിലും മകൻ രാരിച്ചനെയും ഒപ്പം കൂട്ടണം. രണ്ടുപേരും ഒത്തുപിടിച്ചാൽ ക്ഷേത്രത്തിൻ്റെ പണികളെല്ലാം ഗംഭീരമാകും. ഓഹോ, ഒട്ടും ശങ്ക വേണ്ട. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എല്ലാം അതിഗംഭീരമാക്കാം, പോരെ? പെരുന്തച്ഛൻ ചോദിച്ചു. ഒട്ടും വൈകാതെ ക്ഷേത്രത്തിൻ്റെ നവീകരണ പരിപാടികൾ ആരംഭിച്ചു. പെരുന്തച്ഛനും മകനും മത്സര മനോഭാവത്തോടെ തന്നെയാണ് കരകൗശല വേലകൾ ചെയ്യാൻ തുടങ്ങിയത്. അച്ഛൻ്റെ പണിയെ വെല്ലുന്നതാ മകൻ്റെ പണി, ചിലർ അഭിപ്രായപ്പെട്ടു. അല്ലല്ല, മകൻ്റെ സങ്കല്പത്തേക്കാൾ ഏറെ മുന്നിലാണ് അച്ഛൻ്റെ കരവിരുതുകൾ, പെരുന്തച്ഛൻ്റെ ആരാധകർ വാദിച്ചു. എന്തിനു പറയുന്നു, ഏവരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അച്ഛൻ്റെയും മകൻ്റെയും പണികൾ മുന്നോട്ട് നീങ്ങിയത്. തട്ടും മുട്ടും കൊട്ടും മേളവുമായി പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, ഇതിനിടയിൽ
ആരെയും നടുക്കുന്ന സംഭവമാണ് അവിടെയുണ്ടായത്. പെരുന്തച്ഛൻ മുകളിലും മകൻ താഴെ തട്ടിലും നിന്നാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. തിരക്കിനിടയിൽ അച്ഛൻ പണി ചെയ്തുകൊണ്ടിരുന്ന വീതുളി പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് വീണു. അത് ചെന്ന് പതിച്ചത് മകൻ രാരിച്ചൻ്റെ കഴുത്തിലാണ്. അതിദയനീയമായ ഒരു നിലവിളിയോടെ രാരിച്ചൻ താഴെ വീണ് പിടഞ്ഞു. മകൻ്റെ നിലവിളി കേട്ട് പെരുന്തച്ഛൻ നടുങ്ങി. മോനെ, എൻ്റെ പൊന്നു മോനെ എന്ന് വിലപിച്ചുകൊണ്ട് അദ്ദേഹം താഴേക്ക് ചാടിയിറങ്ങി. പക്ഷേ എന്തു ബലം! നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാരിച്ചൻ്റെ പ്രാണൻ പൊലിഞ്ഞു കഴിഞ്ഞിരുന്നു. സംഭവമറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗത്തും ആളുകൾ അവിടേക്ക് പ്രവഹിച്ചു. പെരുന്തച്ഛൻ മകനെ കൊന്നതാണ് പലർക്കും അടക്കിപ്പിടിച്ച സ്വരത്തിൽ പറഞ്ഞു ഇരുന്നു. ഒരച്ഛന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അദ്ദേഹത്തിന് എന്തോ കൈപ്പിഴ സംഭവിച്ചതാണ്, പെരുന്തച്ഛൻ്റെ ആരാധകർ അഭിപ്രായപ്പെട്ടു. എല്ലാം വിധിയാണ്, വിധി. അങ്ങനെ സമാധാനിക്കുന്നതാണ് നല്ലത്. ചില തലമൂത്ത കാരണവന്മാർ എല്ലാവരെയും സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതോടെ പെരുന്തച്ഛൻ്റെ ജീവിതം കഷ്ടത്തിലായി. അകാലത്തിൽ പൊലിഞ്ഞ മകനെ കുറിച്ചോർത്ത് ആ പിതൃഹൃദയം ഓരോ നിമിഷവും തേങ്ങിക്കൊണ്ടിരുന്നു. ഇനി ഒരു കുഞ്ഞിക്കഥ കൂടി വായിക്കട്ടെ. പാക്കനാരുടെ ചക്കക്കൊതി. പാക്കനാരെ അറിയില്ലേ? പറയിപെറ്റ പന്തിരുകുലത്തിലെ 9ാമത്തെ പൊന്നോമന. വരരുചിയോടൊപ്പം ദേശാടനത്തിന് പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പഞ്ചമി വള്ളുവനാട്ടിലെ ഒരു പറയക്കുടിലിലാണ് പാക്കനാരെ പ്രസവിച്ചത്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ അവിടുത്തെ പറയ ദമ്പതിമാരാണ് എടുത്തു വളർത്തിയത്. അവരുടെ കുലാചാരപ്രകാരം തന്നെ പാക്കനാർ വളർന്നു. കറുത്ത നിറം, കരുത്തുറ്റ ശരീരം, ഇടതൂർന്ന ചുരുളൻ തലമുടി, ലക്ഷണമൊത്ത നീണ്ട മൂക്ക്, പ്രകാശം വഴിയുന്ന കണ്ണുകൾ, ദിവ്യത കളിയാടുന്ന മുഖം, എന്തുകൊണ്ടും പാക്കനാർ ആ പറയക്കുടിലിന് ഒരു അലങ്കാരം തന്നെയായിരുന്നു. കാട്ടിൽ നിന്ന് ഈറ്റയും മുളയും വെട്ടിക്കൊണ്ടുവന്ന് കുട്ടയും വട്ടിയും മുറവുമൊക്കെ ഉണ്ടാക്കാൻ പാക്കനാർ ബാല്യകാലം മുതൽ തന്നെ സാമർഥ്യം കാണിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ മനുഷ്യമഹത്വത്തിനു വേണ്ടിയുള്ള തൻ്റെ പോരാട്ടവും പാക്കനാർ തുടങ്ങിവെച്ചു. അധിക്ഷേപിക്കാൻ ശ്രമിച്ച തമ്പ്രാക്കന്മാരുടെ മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞു, തമ്പ്രാക്കളെ, എങ്ങളും മനുഷ്യരാണ്, ചവിട്ടിക്കൂട്ടാൻ നോക്കരുത്. നാട്ടിൽ ഉച്ചനീചത്വം കൊടികുത്തി വാണിരുന്ന കാലമായിരുന്നു അത്. മനുഷ്യരെ താഴ്ന്നവരെന്നും ഉയർന്നവരെന്നും വേർതിരിച്ചാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. ഇതിനെതിരെ പാക്കനാർ മുഖം നോക്കാതെ പ്രതികരിച്ചിരുന്നു. വള്ളുവനാട്ടിലെ ഏറ്റവും പേരുകേട്ട ഒരു തറവാടായിരുന്നു പൂമംഗലം തറവാട്. വിശാലമായ തെങ്ങിൻ തോപ്പുകളും നോക്കിയാൽ നോട്ടമെത്താത്ത വയലേലകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും പത്തായം നിറയെ പൊന്നും പണവുമൊക്കെയുള്ള വലിയൊരു തറവാട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ശീലക്കാരായിരുന്നു അവിടുത്തെ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടികളും. പൂമംഗലം തറവാട്ടിനു മാത്രമല്ല, അവിടുത്തെ വരിക്കപ്ലാവിലെ ചക്കയ്ക്കും വലിയ പ്രസിദ്ധിയായിരുന്നു. ഇതറിഞ്ഞ പാക്കനാർക്ക് മനസ്സിൽ വല്ലാത്തൊരാശ. എന്തെന്നോ, പൂമംഗലത്തെ ഒരു വരിക്കച്ചക്ക തിന്നണം. ആശ വല്ലാതെ മൂത്തപ്പോൾ ഒരു ദിവസം പാക്കനാർ പൂമംഗലം തറവാടിൻ്റെ പൂമുറ്റത്തേക്ക് കയറിച്ചെന്നു. പഴുത്ത വരിക്കച്ചക്കയുടെ തേനൂറുന്ന മണം പാക്കനാരുടെ വായിൽ കൊതിയുണർത്തി. ഏയ്, ആരുമില്ലേ ഇവിടെ? പാക്കനാർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ആരാ? എന്തു വേണം? തെക്കിനിയിൽ നിന്ന് ഒരാൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നു. പൂമംഗലത്തെ അടുക്കളപ്പണിക്കാരൻ പരമു ആയിരുന്നു അത്. അടിയൻ പാക്കനാരാണ്. എടപ്പാളിലാണ് താമസം. അവിടെ നിന്ന് വരികയാണ്. പാക്കനാരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. എന്താ വരവിൻ്റെ ഉദ്ദേശ്യം? പരമു താൽപ്പര്യത്തോടെ ചോദിച്ചു. പൂമംഗലത്തെ വരിക്കച്ചക്ക വളരെ പ്രസിദ്ധമാണല്ലോ. ഈ വഴിക്ക് കൊട്ടയും മുറവും വിൽക്കാൻ പോകുമ്പോൾ അതിൻ്റെ മണം കേട്ടിട്ടുണ്ട്.
വല്ലാത്ത കൊതി. ഏന് ഒരു ചക്ക തരുമോ എന്ന് ചോദിക്കാൻ വന്നതാണ്. പാക്കനാർ തൊഴുകൈയോടെ അറിയിച്ചു. ഇവിടത്തെ വലിയ തമ്പുരാൻ കൊട്ടിയൂരമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയാണ്. വലിയ തമ്പുരാട്ടി കുഞ്ചിയമ്മ അകത്തളത്തിലുണ്ട്. അവരോട് ചോദിച്ചോളൂ. അനുവദിച്ചാൽ ഞാൻ ഇട്ടുതരാം, പരമു അറിയിച്ചു. എങ്കിൽ തമ്പ്രാട്ടിയെ ഒന്ന് വിളിച്ചോളൂ, പാക്കനാർ അപേക്ഷിച്ചു. പരമു അകത്തളത്തിൽ ചെന്ന് വലിയ തമ്പുരാട്ടിയെ വിവരമറിയിച്ചു. കയ്യിൽ ഒരു രാമച്ച വിശറിയുമായി കുഞ്ചിയമ്മ വലിയ ഗമയോടെ കടന്നു വന്നു. ഛേ, അല്പം അകന്നു നിൽക്കൂ. എന്തിനാ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത്? ഈർഷ്യയോടെ തമ്പുരാട്ടി ചോദിച്ചു. അടിയൻ പാക്കനാരാണ്. ഇവിടത്തെ ഒരു വരിക്കച്ചക്ക ദാനം ചോദിക്കാൻ വന്നതാണ്, പാക്കനാർ അറിയിച്ചു. പാക്കനാരായാലും കൊള്ളാം, കോക്കനാരായാലും കൊള്ളാം. ഇപ്പോൾ ഇവിടെ ചക്കയിട്ടു തരാൻ ആളില്ല. തമ്പുരാട്ടി മുഖം കൂട്ടി. തമ്പ്രാട്ടി പറഞ്ഞാൽ പരമു ഇട്ടു തന്നോളും, പാക്കനാർ കൈകൂപ്പി. ഇല്ലില്ല, അവനെ കൊണ്ട് നടക്കില്ല. അവനിവിടുത്തെ അടുക്കളപ്പണിക്കാരനാ. അവനെ കയറ്റിയാൽ പ്ലാവും അശുദ്ധമാകും, തമ്പുരാട്ടി ചൂണ്ടിക്കാണിച്ചു. എന്നാലും അടിയൻ്റെ ഒരു ആശയല്ലേ തമ്പുരാട്ടി, പാക്കനാർ വീണ്ടും കേണപേക്ഷിച്ചു. ഛി, അശ്രീകരം. പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലേ? കടക്ക് പുറത്ത്. തമ്പുരാട്ടി പാക്കനാരെ ആട്ടിപ്പായിച്ചു. വായില്ലാ കുന്നിലപ്പനെ ധ്യാനിച്ചുകൊണ്ട് പാക്കനാർ തളർന്ന മനസ്സോടെ തൻ്റെ കുടിലിലേക്ക് മടങ്ങി. മനോവിഷമം കൊണ്ട് പാക്കനാർ അന്നു രാത്രി ഉറങ്ങിയതേയില്ല. പിറ്റേന്നു രാവിലെ കൊട്ടയും മുറവും തലയിലേറ്റി പാക്കനാർ ആ വഴിയിലൂടെ നടന്നുപോയി. അപ്പോൾ പുല്ലുവെട്ടുകാരി പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. അവർക്ക് പാക്കനാരെ നേരിൽ പരിചയമുണ്ടായിരുന്നില്ല. ചിരുതക്കുട്ടി, നീ അറിഞ്ഞോടി, പൂമംഗലത്തെ വരിക്കപ്ലാവ് ഇന്നലെ രാത്രി ഒടിഞ്ഞു വീണെന്ന്. നാട്ടിൽ മുഴുവൻ പാട്ടാ. എന്ത് നേരാണോടി ഇത്? ഒരു ചക്ക ചോദിച്ചതിന് അവിടുത്തെ വല്യമ്പ്രാട്ടി ഇന്നലെ പാക്കനാരെ ആട്ടി ഓടിച്ചെന്ന് കേട്ടു, ചിരുതക്കുട്ടി പറഞ്ഞു. എങ്കിൽ അതുതന്നെ കാര്യം. അദ്ദേഹം ദിവ്യപുരുഷനല്ലേ, അതിൻ്റെ ശാപമായിരിക്കും. മറ്റുള്ള പെണ്ണുങ്ങൾ അത് ശരിവെച്ചു. ഇത് കേട്ട പാക്കനാർ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. പെണ്ണുങ്ങൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പക്ഷെ അവർക്ക് ചിരിക്കുന്ന ആ മനുഷ്യനെ ഒട്ടും പരിചയമുണ്ടായിരുന്നില്ല. ഇതോടുകൂടി ഇന്നത്തെ ഭാഗങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം കായംകുളം കൊച്ചുണ്ണി തൊട്ടുള്ള ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക. താങ്ക്